നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയപ്പോൾ ഒരു 1-1:30 നേരത്താണ് കിളിമാനൂർ ഭാഗത്ത് എത്തിയത്. അപ്പോൾ അവിടെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടു, ചട്നി മാമി എന്നുള്ള പേരിൽ. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടും ഇനി തിരുവനന്തപുരം സിറ്റിയിലൊക്കെ കയറി പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കയറാം. പിന്നെ തിരുവനന്തപുരം ഭാഗത്തെ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. 365 ദിവസവും ഇവിടെ സദ്യ കിട്ടുമെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഗാർഡനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ ചട്നി മാമി എന്ന പേരുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ ചട്നി മാമി എന്ന ബോർഡിൽ കണ്ട പോലെ തന്നെയുള്ളൊരു കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് അവിടെ സ്വീകരിക്കാനായിട്ട് നിന്നിരുന്നത്. അകത്ത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ സദ്യയാണ് ഓർഡർ ചെയ്തത്. ഈ കറികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കറികളും ഉണ്ടായിരുന്നു. അച്ചാറ്, കിച്ചടി, പച്ചടി, അവിയൽ, പിന്നെ മസാലക്കറി. പിന്നെ ചോറ് നമുക്ക് ഈ വൈറ്റ് റൈസും ബോയിൽഡ് റൈസും ഉണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് റൈസാണ് പ്രിഫർ ചെയ്തത്. ആദ്യം തന്നെ അവർ പരിപ്പും നെയ്യും ഒഴിച്ചു തരും. അപ്പം നമ്മൾ നെയ്യും പരിപ്പും കൂട്ടി തന്നെയാണ് തുടങ്ങിയത്. പിന്നെ കുട്ടികൾക്കായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും കൂടി ഇതിനോടൊപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പും നെയ്യും കഴിഞ്ഞാൽ പിന്നെ അവർ സാമ്പാർ ഒഴിച്ചു തരും. അതല്ലെങ്കിൽ പുളിശ്ശേരി, രസം, മോര് ഇതെല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ അത് ഒരു ബൗളിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗളിലും ഈ മോരാണെങ്കിലും രസമാണെങ്കിലും പുളിശ്ശേരി ആണെങ്കിലും വെച്ച് തരും. കറികളൊക്കെ അത്യാവശ്യം ടേസ്റ്റുള്ള കറികൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വിശന്നിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റും തോന്നി. ചോറ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2 തരം പായസമാണ് അവർ തരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല അടപ്രഥമൻ, നല്ല ഒരു അടപ്രഥമനായിരുന്നു. അത് എടുത്തു പറയണം. കാരണം പായസം നല്ല അടിപൊളി പായസമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പഴമെല്ലാം കുഴച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ അടപ്രഥമൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് പോയി കഴിഞ്ഞാലുള്ള ബോളിയും പാൽപ്പായസവും അതും ഉണ്ടായിരുന്നു. ബോളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി തന്നെയായിരുന്നു. അത് നല്ല മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒഴിക്കാനുള്ള കറികൾ, ഇപ്പോൾ സാമ്പാർ കഴിഞ്ഞിട്ട് പിന്നെ രസം, പുളിശ്ശേരി, മോരൊക്കെ കിട്ടാനായിട്ട് കുറച്ചൊരു ഡിലേ വന്നു. പിന്നെ സൂപ്പർവൈസർ വന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്കത് അവർ എത്തിച്ചു തന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് മാത്രമാണ് ഈ അനുഭവം ഉണ്ടായെന്ന് അറിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു മണി വെച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അടിക്കാം. ഇതാണ് നമുക്ക് വന്ന ബില്ല്. സദ്യക്ക് ഇവിടെ ചാർജ് ചെയ്തത് 260 രൂപയാണ് സദ്യക്ക് ചാർജ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തൊരു യാത്രയും എക്സ്പീരിയൻസുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.